നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നാസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. നമ്മുടെ കൊണ്ടോട്ടിയുടെ മുൻ ജനകീയ MLA കെ മമ്മുണ്ണി ഹാജി ഇനി നമ്മോടൊപ്പമില്ല. ശനിയാഴ്ച ദുബായിൽ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പ് നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഞായറാഴ്ച രാവിലെ KMCCയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മമ്മുണ്ണി ഹാജിയുടെ മരണവിവരം അറിയുന്നത്. സത്യത്തിൽ മമ്മുണ്ണി ഹാജി കുറേ നാളായി രോഗബാധിതനായി കിടപ്പിലായിരുന്നു എങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്നത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു നേതാവിനെ മാത്രമല്ല, എന്നെക്കാൾ 23 വയസ്സിൻ്റെ പ്രായക്കൂടുതലുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കുന്ന ഒരാത്മ സുഹൃത്തായിരുന്നു മമ്മുണ്ണി ഹാജി. വെള്ള ഷർട്ടും മുണ്ടും കയ്യിലൊരു വെളുത്ത കർച്ചീഫുമായി സൗമ്യനായി നിൽക്കുന്ന മമ്മുണ്ണി ഹാജിയുടെ മുഖം മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല. ധർണകളിലും പിക്കറ്റിങ്ങിലുമൊക്കെ സംഘാടകനായും സമാധാന ദൂതനായും പാർട്ടി പ്രവർത്തകരുടെ സംരക്ഷകനായുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2006 അദ്ദേഹം കൊണ്ടോട്ടിയുടെ MLA ആയി വന്നതോടെയാണ് കൂടുതൽ അടുക്കുന്നത്. പാർട്ടിയിലെ പലരും നോട്ടമിട്ടിരുന്ന കൊണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തിൽ മമ്മുണ്ണി ഹാജിയുടെ പേര് പാണക്കാട് നിന്നും പ്രഖ്യാപിച്ചപ്പോൾ ഇതെന്ത് തീരുമാനമാണ്? പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായി മനുഷ്യന് നിയമസഭയിലും നിയോജക മണ്ഡലത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതായിരുന്നു എന്നെപ്പോലെ തന്നെ മമ്മുണ്ണി ഹാജി അടുത്തറിയാത്ത പലരുടെയും മനസ്സിലിരിപ്പ്. മലബാറിൽ തന്നെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന TP മുഹമ്മദ് കുട്ടിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ആ തിരഞ്ഞെടുപ്പിൽ 74,950 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം തവണ 2011 കൊണ്ടോട്ടിയിലെ പൗരപ്രധാനിയും പ്രമുഖ കുടുംബാംഗവും മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം കുടുംബ ബന്ധമുള്ള KP വീരാൻകുട്ടി സാഹിബായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഇത്തവണ മമ്മുണ്ണി ഹാജി പരാജയപ്പെടുമെന്ന് വരെ പ്രചരണമുണ്ടായി. വാശിയേറിയ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം 67,998 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചത്. 5 വർഷക്കാലം അദ്ദേഹം നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം മതിയായിരുന്നു എത്ര കരുത്തരായ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെയൊക്കെ നിഷ്പ്രഭമാക്കാൻ. മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നല്ലൊരു സംഘാടകൻ കൂടിയായിരുന്ന CITU നേതാവ് TP മുഹമ്മദ് കുട്ടിയായിരുന്നു മമ്മുണ്ണി ഹാജിയുടെ ഇലക്ഷൻ്റെ ചുക്കാൻ പിടിച്ചത്. അതായിരുന്നു മമ്മുണ്ണി ഹാജി. മുസ്ലിം സമുദായത്തിലെ വിവിധ മതഗ്രൂപ്പുകളുമായിട്ടും സഹോദര സമുദായത്തിലെ അംഗങ്ങളുമായും ഒക്കെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തെ സമീപിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഗ്രൂപ്പുകാരനോ മതവിഭാഗക്കാരനോ ആരുമാകട്ടെ, അവരുടെ ആവശ്യം ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും മമ്മുണ്ണി ഹാജി അത് പരിഹരിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രവർത്തകന് പോലീസിൽ നിന്നോ മറ്റധികാരികളിൽ നിന്നോ മറ്റേതെങ്കിലും പാർട്ടിക്കാരിൽ നിന്നൊക്കെ വല്ല പ്രയാസവും നേരിട്ടു എന്നറിഞ്ഞാൽ അവിടെ ഉടനെ ഓടിയെത്തി സമാധാനമാണെങ്കിൽ സമാധാനം, അതല്ല മറ്റ് പല മാർഗവുമാണ് പരിഹാരമെങ്കിൽ അതിനും മമ്മുണ്ണി ഹാജിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. തൻ്റെ മണ്ഡലത്തിലെ ഓരോ പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാനുള്ള ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണ നിയോജക മണ്ഡലത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തകൻ്റെയോ പാർട്ടിക്കാരൻ്റെയോ അല്ലെങ്കിൽ വോട്ടർമാരൊക്കെ തന്നെ വീട്ടിൽ എന്തെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കണമെന്ന് പോലുമില്ല. കൊണ്ടോട്ടിയിലെ ഓഫീസിൽ TPയുടെ അടുത്തോ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആസാദിൻ്റെ അടുത്തോ വിവരം പറഞ്ഞാൽ മതി, മമ്മുണ്ണി ഹാജി കൃത്യമായിട്ട് എത്തിയിരിക്കും. സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കല്യാണം കെട്ടിക്കുന്ന കല്യാണമാണെങ്കിൽ ഒരു നല്ല സംഖ്യയുടെ ഒരു കവറും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ മരണവും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ കുറച്ചടുത്ത് 1 കിലോമീറ്റർ ദൂരത്ത് ഒരു മരണം ഉണ്ടായപ്പോൾ മമ്മുണ്ണി ഹാജി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറഞ്ഞു, ആചാര്യ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്. ഉടനെ ഞാൻ കുളിച്ചൊക്കെ ഒരുങ്ങി പുറപ്പെടാൻ പോകുന്നുള്ളൂ. ഉടനെ അദ്ദേഹം എന്നോട്, ഞാനിവിടെ എത്തി, നീ എവിടെയാണെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കേൾക്കുന്നതാണ് ചാലിയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിതരണം ചെയ്യുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി.
പിന്നീട് അത് LIC കുടിവെള്ള പദ്ധതിയായി എന്നാണ് എൻ്റെ ഓർമ്മ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലായില്ല. ഈ പദ്ധതി പൊടി തട്ടിയെടുത്ത് കോടികൾ ചെലവഴിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ഇത് നടപ്പിലാക്കിയത് മമ്മുണ്ണി ഹാജിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു ഗവൺമെൻറ് കോളേജ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും ചീക്കോട് പഞ്ചായത്തിലെ വിളയിൽ എന്ന ഒരു കുഗ്രാമത്തിൽ ആ കോളേജ് സ്ഥാപിക്കുകയും ഇന്ന് കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട സർക്കാർ കോളേജുകളിലൊന്നായി അതിനെ മാറ്റുകയും ചെയ്തതിന് പിന്നിൽ മമ്മുണ്ണി ഹാജിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായ TV ഇബ്രാഹിം MLAയുടെയും പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇന്ന് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ ഓരോ കുഗ്രാമങ്ങളിലും കാണുന്ന റോഡുകളും പാലങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളും ഒക്കെ തന്നെ മമ്മുണ്ണി ഹാജി എന്ന ജനകീയ MLAയുടെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് MLA എന്നുള്ള ബോർഡ് വെക്കാത്ത, നമുക്കറിയാം പല MLAമാരും MLA ആവുമ്പം തന്നെ ഉടനെ തന്നെ വലിയ അക്ഷരത്തിൽ MLA എന്നൊരു ബോർഡൊക്കെ വെക്കും. MP ആണെങ്കിൽ MP എന്നുള്ള ബോർഡ് വെക്കും. പണ്ടൊക്കെ അങ്ങനെ ഹജ്ജിന് പോകണവരും പിന്നെ ലെറ്റർ പേഡൊക്കെ അടിക്കും അൽഹാജി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ മമ്മുണ്ണി ഹാജിയുടെ വണ്ടിക്ക് അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ജില്ലക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ MLA അറിയാതെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായി. പലരും നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും MLA എന്നുള്ള ബോർഡ് വെക്കാൻ തയ്യാറായില്ല. പിന്നെ വളരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നിർബന്ധപ്രകാരം ജില്ലക്ക് പുറത്ത് പോകുമ്പോൾ അതന്നെ പ്രത്യേക നിർദ്ദേശം ആസാദിനും ഡ്രൈവർക്കൊക്കെ കൊടുത്തിരുന്നു. മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഒരിക്കലും ബോർഡ് വെക്കാൻ പാടില്ല. അങ്ങനെ ആ പച്ച കോളിസ് ജീപ്പ് എത്താത്ത ഒരു ഗ്രാമം പോലും കൊണ്ടോട്ടി മണ്ഡലത്തിലുണ്ടാകില്ല. ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്, എൻ്റെ നാട്ടിൽ ഞങ്ങളൊരു ഓണക്കിറ്റ് വിതരണം എൻ്റെ വീട്ടിൽ വെച്ചാണ് ആ പരിപാടി നടക്കുന്നത്. അന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ദേവകിയായിരുന്നു ചീഫ് ഗസ്റ്റ്. മമ്മുണ്ണി ഹാജി, MC ഉമ്മാജി എല്ലാവരും നേരത്തെ എത്തി. മമ്മുണ്ണി ഹാജി അല്പം വൈകി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നാസറ ഞാനിതാ പൊന്നാട് എത്തിയിട്ടുണ്ട്. പൊന്നാട് ഏകദേശം 1.5-2 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് പരിപാടി ആരംഭിച്ചു. പൊന്നാട് എത്തിയെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് മമ്മുണ്ണി ഹാജി എത്തി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു മരണ വീട്ടിലോ കയറി എന്തൊക്കെ ആയിട്ട് മമ്മുണ്ണി ഹാജി ഇത്തിരി വൈകി, ഏകദേശം 1 മണിക്കൂർ വൈകി. അങ്ങനെ മമ്മുണ്ണി ഹാജി വന്നപ്പോൾ ഞാൻ പ്രസംഗിക്കും പറഞ്ഞു, അന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മുണ്ണി ഹാജി 10 മിനിറ്റ് മതി അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ. 1 മണിക്കൂർ വൈകിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം മമ്മുണ്ണി ഹാജിയുടെ പോലീസ് ജീപ്പ് എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ സെൻട്രൽ ലീഫോ ഒക്കെ പൊട്ടിയിട്ട് കേടുവന്നിട്ടുണ്ടാവും നമ്മളെ റോട്ട് വന്ന്, നമ്മളെ റോഡിൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഞാനിങ്ങനെ ഒരു വേറെ വീട്ടിൽ കയറി നേരെ വൈകിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, ഇനി ഒരു കാരണവശാലും ഞങ്ങൾ ഈ പ്രദേശത്ത് കിഴക്കേ കുളമ്പൽ എന്ന പ്രദേശത്ത് ഈ റോഡ് നന്നാക്കാതെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും മമ്മുണ്ണി ഹാജി ഈ പ്രദേശത്തേക്ക് വരരുത്, റോഡ് ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. PWDക്കാണെങ്കിൽ 3 മീറ്ററിൻ്റെ വീതിയുള്ള റോഡിന് ഫണ്ട് കൊടുക്കാൻ അനുവാദമില്ല. പക്ഷെ അത് എവിടുന്നൊക്കെയോ വാങ്ങിയിട്ട് അദ്ദേഹം ആ ഫണ്ട് അനുവദിച്ചു. എല്ലാം റെഡിയായി ടെൻഡർ ആയതിനു ശേഷം എന്നോട് ചോദിച്ചു, ഇനി എനിക്ക് അങ്ങോട്ട് വരാലോ അല്ലേ, ഞാനിതാ നിൻ്റെ നാട്ടിലെ റോഡിനിതാ അന്നത്തെ എനിക്കൊന്ന് 13 ലക്ഷം രൂപ എങ്ങാണ്ട് 13 ലക്ഷം രൂപ പാസ്സാക്കിയെന്ന് പറഞ്ഞു. അതായിരുന്നു മമ്മുണ്ണി ഹാജി. അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് സർക്കാർ അനുവദിച്ച വിദേശയാത്രകളോ മറ്റു സംസ്ഥാനങ്ങൾക്ക് യാത്രകളൊന്നും ചെയ്യാത്ത ഏക വ്യക്തിയാണ് മമ്മുണ്ണി ഹാജി. 9 വർഷക്കാലം ഹജ്ജ് കമ്മിറ്റി മെമ്പറായപ്പോൾ 1 രൂപ പോലും അദ്ദേഹം സിറ്റിംഗ് ഫീസായി കൈപ്പറ്റിയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളായിട്ടും അദ്ദേഹത്തിൻ്റെ യാത്രകൾ മുഴുവൻ തീവണ്ടിയിൽ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. മറ്റ് MLAമാരും മറ്റും വിദേശയാത്രകളോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ മമ്മുണ്ണി ഹാജിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആസാദിനെ കുറിച്ച് പറയുമ്പോൾ മമ്മുണ്ണി ഹാജിക്ക് പറ്റിയ ഒരു സെക്രട്ടറി തന്നെയായിരുന്നു ആസാദ്. ഇപ്പോഴും ആസാദ് തന്നെയാണ് TV ഇബ്രാഹിം MLAയുടെയും സെക്രട്ടറി. ഇവർ 2 പേരും കൂടി തിരുവനന്തപുരത്തെ സർക്കാർ ഓഫീസുകളിലൊക്കെ കറങ്ങി നടന്നിട്ട് വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവ മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട അന്ന് മുതൽ വാക്കിലോ പ്രവൃത്തിയിലോ ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പിതാവിനെ പോലെ, എൻ്റെ വാപ്പയുടെ പ്രായമാണ്, വാപ്പയുടെ ഒക്കെ സുഹൃത്തുമായിരുന്നു. പിതാവിനെ പോലെ അല്ലെങ്കിൽ മൂത്ത സഹോദരനെ പോലെ അദ്ദേഹം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ കാലത്തിനിടക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയോ തിരുവനന്തപുരത്ത് പലരും ചെയ്യുന്നത് പോലെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ
MLA ഓഫീസിൽ പോയി ഉണ്ടുറങ്ങുകയോ ചെയ്തിട്ടില്ല. എത്ര തിരക്കുണ്ടെങ്കിലും മമ്മുണ്ണി ഹാജിയും അതുപോലെ തന്നെ 2ാം CH എന്നറിയപ്പെടുന്ന MC മുഹമ്മദ് ഹാജിയും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ഒക്കെ ഞാൻ വിളിക്കുന്ന ഏത് പരിപാടിക്കും ചിലപ്പോൾ മറന്നുപോയിട്ട് ആ പരിപാടിയുടെ ദിവസം രാവിലെ ആയിരിക്കും വിളിക്കുക. എന്നാൽ പോലും അവർ 3 പേരും കൃത്യസമയത്ത് എത്താറുണ്ട്. എടവണ്ണപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന നാളികേര വികസന ബോർഡിൻ്റെ കീഴിലെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ അഗ്രോ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു പരിപാടിയിൽ പോലും മമ്മുണ്ണി ഹാജിയും MC മുഹമ്മദ് ഹാജിയും ഇല്ലാതെ നടന്നിട്ടില്ല. ഒരു ദിവസം മമ്മുണ്ണി ഹാജി അതിൻ്റെ നാളികേര ബോർഡിൻ്റെ തന്നെ ഒരു യോഗത്തിന് മമ്മുണ്ണി ഹാജി നേരം വൈകിയെത്തി. അദ്ദേഹമായിരുന്നു ഉദ്ഘാടകന്. അപ്പോൾ മീറ്റിങ്ങിന് അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ജനപ്രതിനിധികൾ നേരത്തെ എത്തി വോട്ട് ചെയ്ത് അണികളെ കാത്തിരിക്കുകയാണ് വേണ്ടത്, അണികൾ നേതാക്കന്മാരെ കാത്തിരിക്കുകയല്ല വേണ്ടത്. മമ്മുണ്ണി ഹാജി ചെയ്ത് ശരിയായില്ല. എത്ര തിരക്കുണ്ടെങ്കിലും 100-150 ആൾ കാത്തു നിൽക്കുമ്പോൾ അവരെ കാത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾ വരാത്തത് ശരിയായില്ല, നേരം വൈകിയത് ശരിയായില്ല. അതുകൊണ്ട് ഉദ്ഘാടകനായ മമ്മുണ്ണി ഹാജി ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ട, ഏറ്റവും അവസാനം എല്ലാവരും പ്രസംഗിച്ചതിന് ശേഷം അവസാനം മാത്രം മമ്മുണ്ണി ഹാജി പ്രസംഗിച്ചാൽ മതിയെന്ന് ഞാനൊരു തമാശ രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അത് മുഖവിലക്കെടുത്ത് ഏറ്റവും അവസാനം പ്രസംഗിക്കുകയും അവസാനം മൈക്ക് സെറ്റൊക്കെ ഊരി എല്ലാ പരിപാടിയും അവസാനിക്കുന്നതുവരെ അവിടെ നിൽക്കുകയും ചെയ്തു. ഇതിന്ന് ഞാൻ വളരെ കുറ്റബോധത്തോടെയാണ് ഓർക്കുന്നത്. എൻ്റെ ഗ്രാമത്തിൽ ഹരിതതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഏകദേശം 300-ൽ പരം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും അരിയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഓണത്തിനും നോമ്പിനും വിഷുവിനും ഒക്കെ വിപുലമായ കിറ്റുകൾ നൽകും. ഒരു വർഷം നോമ്പിന് നമ്മുടെ അബ്ദുസമദ് പൂക്കോട്ടൂർ, അദ്ദേഹം നോമ്പ് നല്ല തിരക്കണം, അദ്ദേഹത്തിനെ പ്രസംഗിപ്പിക്കണമെന്നൊരു നിർബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യം പ്രമാണിച്ച് രാവിലെ 7 മണിക്കാണ് അദ്ദേഹം ഞങ്ങൾക്ക് സമയം അനുവദിച്ചത്. ഈ വിവരം മമ്മുണ്ണി ഹാജിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എല്ലാ പരിപാടിക്കും നേതാക്കന്മാരെത്തുന്നതിന് മുമ്പ് തന്നെ സദസ്സ് നിറക്കുന്ന നിൻ്റെ പരിപാടി ഇത്തവണ പൊട്ടും. ആരാണ് രാവിലെ 7 മണിക്ക് പരിപാടി കേൾക്കാൻ വരിക? അത് തന്നെ നോമ്പ് കാലത്ത് ഞാൻ സുബൈ നിസ്കരിച്ച പാടെ അവിടെ പുറപ്പെടും, അവിടെ ഞാൻ എത്തും, നമുക്ക് പ്രാവശ്യം ഒന്ന് കാണാലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാമായത് ഒരു 30-40 കിലോ കിറ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ടും 2-3 ദിവസം മുമ്പ് തന്നെ അവർക്കൊക്കെ നമ്മുടെ അത് കിറ്റ് വാങ്ങാനുള്ള ടോക്കനൊക്കെ കൊടുത്തതുകൊണ്ടും നേരത്തെ വന്ന് ആദ്യം 7 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് കിറ്റ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളും വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ മമ്മുണ്ണി ഹാജിയും നേതാക്കളുമൊക്കെ എത്തിയപ്പോഴേ തന്നെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. അന്ന് എൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുക മാത്രമല്ല MC മുഹമ്മദ് ഹാജിയോടും അബ്ദുൽ ഹമീദ് മാഷോടും ഒക്കെ പ്രത്യേകം ഇതെടുത്തു പറയുകയും ചെയ്തു. ഒരു ചെറിയ കുഗ്രാമാണ് ഞങ്ങളെ നാട്ടിൽ. അതുപോലെ തന്നെ ചെറിയ പറമ്പിൽ ഞാനൊരു തമാശയാണെങ്കിലും എനിക്കത് ചിലപ്പോൾ അത് വേദന തോന്നാറുണ്ട്. ചെറിയ പറമ്പിൽ ഞങ്ങൾ നാളികേര വികസന ബോർഡിൻ്റെ കീഴിലുള്ള തെങ്ങ് കയറ്റ പരിശീലനം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനവും മമ്മുണ്ണി ഹാജിയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തെങ്ങ് കയറുമ്പോൾ ഞാൻ പ്രസംഗിച്ചു, മമ്മുണ്ണി ഹാജിയെ മന്ത്രിയാക്കാനോ ഇനി അതിലപ്പുറത്തേക്കാക്കാനൊന്നും എനിക്ക് കഴിയില്ല, അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ തെങ്ങുമ്മ കയറ്റിയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് തമാശയൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അന്നെടുത്ത ഒരു ഫോട്ടോ, മമ്മുണ്ണി ഹാജി തെങ്ങ് കയറുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ട് ഇനി തെങ്ങ് കയറാൻ ആവശ്യമുള്ളവർ നിയമസഭ ഇല്ലാത്ത സമയത്ത് മമ്മുണ്ണി ഹാജിയെ ബന്ധപ്പെടുക, ചുരുങ്ങിയ ചാർജിന് തേങ്ങ വലിച്ചു തരുന്നതാണ് തമാശക്കൊരു പോസ്റ്റ് ഇട്ടു. സത്യത്തിൽ അതിൻ്റെ ഗൗരവം എനിക്കറിയില്ലായിരുന്നു. ഇത് കണ്ടിട്ട് പല നേതാക്കന്മാരും ഒക്കെ എന്നെ വിളിച്ചിട്ട് നീ ഇത് എന്ത് പണിയാണ് ചെയ്തത്, അങ്ങനെ കൊടുക്കാൻ പാടുണ്ടെന്ന് വെച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ ഇതിനെക്കുറിച്ച് ചിരിക്കുക അല്ലാതെ ഒരു അക്ഷരം പോലും അദ്ദേഹം എന്നോട് അതിനെക്കുറിച്ച് അതിൻ്റെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. നീ എന്നോട് വലിയ ഞാൻ കുടുങ്ങിയിട്ടോ, ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാമെന്നല്ലാതെ മറ്റുള്ള ആളുകളെ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇതായിരുന്നു മമ്മുണ്ണി ഹാജി. ഞാൻ മമ്മുണ്ണി ഹാജിയെക്കുറിച്ചും അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പാർട്ടി പ്രവർത്തകർക്ക് താങ്ങും തണലുമായി നിന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ ഞങ്ങൾ തമ്മിലുള്ള കുറേ തമാശകളൊക്കെ പങ്കുവെക്കാൻ നമ്മുടെ ഈ ചാനലിൻ്റെ പരിമിതമായ സമയം തികയുകയില്ല. എല്ലാ അർത്ഥത്തിലും പച്ചയായ ഒരു മലപ്പുറത്തുകാരൻ്റെ നിഷ്കളങ്കമായ സ്നേഹവും കരുതലും എന്നെപ്പോലെ വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കുകയും അവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്ത ഈ മമ്മുണ്ണി ഹാജി എന്ന ജനകീയ MLAയുടെ സ്മരണകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം പടച്ച തമ്പുരാൻ ധന്യമാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തോടൊപ്പം ഒത്തുകൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു.